بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا همة الشهداء لنا بهذا المحضر وتأتي بنظرة تأتي لنا بالظفر اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. ഈ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കത്തുകളൊന്ന് വായിക്കാം. ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ ഹാദിമായിട്ടുള്ള ഒരാളുണ്ട്, പേഴ്സണൽ സെക്രട്ടറി ഇബ്രാഹിം ജിയോപ്പ് എന്ന ഒരു പേര്. അവർക്ക് അയച്ച ഒരു കത്താണിത്. ഓരെക്കുറിച്ച് പറയണത് ഒരു ലക്ഷം ഹദീസൊക്കെ സനദൊക്കെ മനപ്പാടുള്ള വലിയ പണ്ഡിതനായിരുന്നു എന്നാണ്. നമുക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും മൂപ്പരെ പ്രസംഗങ്ങളൊക്കെ. ഭയങ്കര മൂപ്പരെ അറബിയൊക്കെ അത്രയും ഫ്ലുവൻ്റ് ആണ്. അറബികൾ പോലും മൂപ്പരെ അറബി കേട്ടിട്ട് അത്ഭുതപ്പെടാറുണ്ട്. അത്രയും വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് അയച്ച ഒരു കത്താണിത്. ഷെയ്ഖിൻ്റെ അധികം ഓരോടുള്ള കത്തുകൾ പലപ്പോഴും പേഴ്സണൽ സെക്രട്ടറി എന്ന നിലയിൽ പല കാര്യങ്ങൾ നടത്താനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇജാസത്തുകൾക്കൊക്കെ ഉള്ള വേറെ കത്തുകളുണ്ട്, പ്രത്യേകമായി ഇജാസത്ത് കൊടുത്തതും അതൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ അത് നമുക്ക് വായിക്കേണ്ടതില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അതിൽപ്പെട്ട ഒരു കത്ത് ഞാൻ വായിക്കാം. തൗസീഉ ദായിറത്തു ജമിയത്ത് അൻസാറുദ്ദീൻ. അപ്പം അൻസാറുദ്ദീൻ എന്ന ഒരു സംഘടന ഉണ്ടാക്കിയിരുന്നു ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ. അതിൻ്റെ വ്യാപനത്തിനും അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള കത്താണ്. ബർഹാം ജോബ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയേണ്ടത്. ബർഹാം ജോബ് ഹർറലി ഹാദിഹി റിസാല. ഈ കത്ത് എനിക്ക് വേണ്ടി നിങ്ങൾ എഴുതണം. ഇലാ അഹ്ബാബിന, എല്ലാ മുരീദന്മാർക്കും. ബിമുനാസബത്തി ഇഹ്തിഫാലി ബി ജിയാറത്തിന് വരുന്ന സമയത്തുള്ള അവിടെ ഈ ജിയാറ എന്ന് പറഞ്ഞാൽ ശേഖന്മാരെ ഇടയ്ക്ക് എല്ലാ വർഷത്തിലും ഒരിക്കലും 2 പ്രാവശ്യമൊക്കെ അവരെ കാണാൻ വരുന്ന ഒരു സംവിധാനമുണ്ട്. അവരങ്ങനെ എടുത്തു വരികയും അവർക്ക് എന്താ ഹദിയ കൊടുക്കുകയും അവർ ഉപദേശം കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും അത് ബ്രാന്യാസ്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കൽ റബീഉൽ അവ്വൽ 12-നാണ്. അപ്പോൾ അതിന് വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഈ കത്ത് എഴുതണം. അൽഹംദുലില്ലാ. മുജാറത്ത് മഅൽ അസ്രി അൽ ഹാദിർ, ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യത്തെ പരിഗണിച്ച് അത്ലുബു മിൻ അഹ്ബാബിന, നമ്മുടെ അഹ്ബാബിങ്ങളായ മുരീദന്മാരുടെ അടുത്ത് നമ്മൾ തേടുന്നുണ്ട്. അൻ യുവസ്സിഉ നിതാഖ ദായിറത്തി ജമിയത്തി അൻസാറുദ്ദീൻ എന്ന സംഘടന വിപുലീകരിക്കാൻ. അപ്പോൾ നമ്മളൊക്കെ പറയില്ല, ചിലപ്പോൾ നമ്മൾ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ജമാഅത്ത് ഒരു കമ്മിറ്റി രൂപീകരിച്ചു എന്ന് കരുതുക, എന്തെങ്കിലും വിഷയത്തിന് കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ നമ്മളെന്താ ത്വരീക്കത്തിൽ കമ്മിറ്റിയോ എന്തൊരു കമ്മിറ്റി? അല്ലെങ്കിൽ നമ്മൾ ജമാഅത്തിൽ എന്ത് ചെയ്തു, നമ്മളൊരു ദാവത്തിന് വേണ്ടി ഒരു കൂട്ടം ആളുകളെ ക്രമീകരിച്ചു. എന്നിട്ട് അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കി അവർ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. ഇതിനൊക്കെ ആവശ്യം, ഇതൊക്കെ നമ്മളെ ത്വരീക്കത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് ചിന്ത വരുമല്ലോ. അതിൻ്റെ തെളിവാണത്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ സംഘടന രൂപീകരിച്ചു എന്ന് മാത്രമല്ല, ആ രൂപീകരണത്തിൻ്റെ വിപുലനാണ് ഒരു ഇതിൽ പറയുന്നത്. എത്രത്തോളം വിപുലീകരിക്കണം എന്നറിയോ? ബിഹൈസു യകൂനു അദദ അഅളാഇഹ അദദ അത്ബാഇഹ. അതിൻ്റെ മെമ്പർമാർ, എൻ്റെ മുരീദന്മാർ എന്നെ പിന്തുടരുന്ന ആൾക്കാർ എത്രമാത്രം ഉണ്ടോ അത്രത്തോളം അതിൽ മെമ്പർമാരുണ്ടാവണം. അതായത് മുഴുവൻ മുരീദന്മാരും അതിൽ മെമ്പർമാരാവുന്ന രൂപത്തിലാവണമെന്ന്. ഫീ കുല്ലി ഖരിയത്തിൻ കുല്ലി മദീനത്തിൻ ദാനിയത്തിൻ ഔ ഖാസിയത്തിൻ. അതുപോലെ ആ സംഘടന രൂപീകരിക്കണം എല്ലാ നാട്ടിലും, എല്ലാ പട്ടണത്തിനും, അടുത്തും ദൂരമായിട്ടുള്ള എല്ലാ പട്ടണത്തിലും ആ സംഘടന രൂപീകരിക്കണം. ഫർഉൻ ജമാഅത്ത് അൻസാറുദ്ദീൻ എന്ന സംഘടനൻ്റെ ഒരു ബ്രാഞ്ചായിട്ട്. ഇപ്പോൾ നമ്മൾ ജമാഅത്തൊക്കെ ചിലപ്പോൾ വലുതായാൽ നമ്മൾ ഓരോ നാട്ടിൽ നമ്മൾ ജമാഅത്തിൻ്റെ ഒരു കമ്മിറ്റിയൊക്കെ നമ്മൾ രൂപീകരിക്കേണ്ടി വരും. അതുപോലെ ശൈഖ് അവർകൾ പറയണം, എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ നാട്ടിൽ നിങ്ങൾക്കൊരു കമ്മിറ്റി രൂപീകരിക്കണം. ഇതിങ്ങനെ ഒരു മുഖദ്ദമ അല്ലെങ്കിൽ മുരീദന്മാർ അങ്ങനെയുള്ള സാധനം അല്ല, ഇതൊരു ദാവത്തിന് വേണ്ടിയുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ ആരൊക്കെ വേണമെന്നതിൽ പറയുന്നുണ്ട്. അൻസാറുദ്ദീൻ സംഘടനക്ക് ഓരോ നാട്ടിലും കമ്മിറ്റി ഉണ്ടാവണം. യന്തഹിബൂന മക്തബൻ, നിങ്ങൾ എന്ത് ചെയ്യണം, അതിനൊരു ഓഫീസ്, അതായത് അതിൻ്റെ സെക്രട്ടറി, പ്രസിഡന്റ്,
ട്രഷറർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു ഓഫീസ് ഉണ്ടാക്കുകയും വേണം. അത് തിരഞ്ഞെടുക്കണം. മിൻ റയീസിൻ വ കാത്തിബിൻ വ അമീനിൻ. അതിലാരൊക്കെ ഉണ്ടാവണം? പ്രസിഡന്റ് ഉണ്ടാവണം, സെക്രട്ടറി ഉണ്ടാവണം, ട്രഷറർ ഉണ്ടാവണം. അപ്പോൾ ഷെയ്ഖിൻ്റെ മുരിദന്മാരെ കൂട്ടത്തിൽ ഓരോ നാട്ടിൽ അവിടെ ഒരു കൂട്ടം, ആ കൂട്ടം ആളുകളിൽ സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ. അപ്പോൾ മുസായിദീന ലഹും, എന്നിട്ട് അവരെ അസിസ്റ്റൻ്റായ കുറേ അസിസ്റ്റൻ്റ് ആൾക്കാർ, അസിസ്റ്റന്റ് സെക്രട്ടറി, വർക്കിംഗ് പ്രസിഡന്റ്, വർക്കിംഗ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ, മെമ്പേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കുറച്ച് ആൾക്കാരും ഉണ്ടാവണം. അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം. മസല കൗലഹിൻലഹ ഉസ്മാൻ സീസ് വ ഇബ്രാഹിം ഷാം. അപ്പോൾ കൗലഹിൽ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട്, അതുപോലെ അവിടെ ഉണ്ടാവണം, എല്ലാ നാട്ടിലും ഉണ്ടാവണം. വക്കുല്ലു ബലദിൻ യുഷക്കിലു മിസ്ലമാ യുഷക്കിലു ഫീഹ. നമ്മളെ കൗലഹിൽ ഉള്ളതുപോലെ തന്നെ എല്ലാ നാട്ടിലും അതുപോലെ ഉണ്ടാവണം. ജമീഉൽ ഫുറൂഇ യന്തഖിബൂന മക്തബൻ ആലിയൻ. ഇത് ഓരോ കമ്മിറ്റിന്റെ സെക്രട്ടറി, പ്രസിഡന്റ് ഒക്കെയാണ്. ഇനി എന്ത് ചെയ്യണം? ഈ എല്ലാ കമ്മിറ്റികളും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഒരു വലിയ സെക്രട്ടറി പ്രസിഡന്റിനെ കണ്ടെത്തണം. റയീസുഹു അമീനുഹു മിൻ അഹ്ലിൽ മദീന. അതിൻ്റെ റയീസും അതിൻ്റെ പ്രസിഡന്റും ട്രഷററും ഒക്കെ മദീനയിലാണ്. ആ ഉദ്ദേശിക്കുന്നത് മദീന ബയലായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ആ നാട്ടിൽ നിന്നുള്ള അർത്ഥത്തിലായിരിക്കും. വയക്കൂനു അർദുഹും റയീസിയും. എന്നാൽ അതിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശം എന്താ? ആ കമ്മിറ്റി ഉണ്ടാക്കുന്ന ഉദ്ദേശം എന്താ? ഹിദ്മത്തുൽ ഇസ്ലാം, ഇസ്ലാമിനെ ഹിദ്മത്ത് ചെയ്യലാണ്. ബിനശ്റിൽ ഇൽമ് പ്രചരിപ്പിക്കുന്നതിലൂടെ, അതായത് അറിവ് പ്രചരിപ്പിക്കുക. ബിനായിൽ മസാജിദ്, പള്ളി ഉണ്ടാക്കുക. ഖിയാമിദ് ദാവത്തി ഇലൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള ദാവാ പ്രവർത്തനങ്ങൾ മുഴുകുക. താവനുമാൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുമായി സഹകരിക്കുക. ഫിസാരി അൻഹായിൽ ആലം, ലോകത്തുള്ള എല്ലാ നാട്ടിലുള്ള മുസ്ലിമീങ്ങളുമായി സഹകരിക്കുക. ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു മുരീദന്മാരെന്ന് പറയുന്നത്, ഷെയ്ഖിൻ്റെ മുരീദന്മാരെന്ന് പറയുന്നത് ത്വരീഖത്തിൻ്റെ അമൽ ചെയ്ത് വലീഫക്കും ഹൈലലക്കും മാത്രം ഒരുമിച്ച് കൂടി അങ്ങനെ പോകുന്നത് മാത്രമല്ല, അതിൽ പല കാര്യങ്ങൾക്കും വേണ്ടി, ദീനിനും ത്വരീഖത്തിനും അതിൻ്റെ ദാവത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്മിറ്റി രൂപീകരിക്കാം. ആ കമ്മിറ്റി രൂപീകരിക്കുന്ന കമ്മിറ്റിക്ക് പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും മെമ്പർമാരും ഒക്കെ ഉണ്ടാവാം. അവർ മുഖദ്ദമീങ്ങൾ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല, ആവാതിരിക്കാം. അവരെന്ത് ചെയ്യണം? ആ ഇസ്ലാമിൻ്റെയും ത്വരീഖത്തിൻ്റെയും വ്യാപനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. പള്ളികളും ജാവിയകളും ഉണ്ടാക്കണം. അതിന് ഇപ്പം നമ്മളൊക്കെ നാട്ടിൽ നമ്മളൊരു കാലഘട്ടത്തിലാണ് എന്തൊക്കെ ചെയ്യാം? നമുക്ക് ചിലപ്പം യൂട്യൂബിൻ്റെ ചാനൽ ഉണ്ടാക്കേണ്ടി വരും, ഫേസ്ബുക്കിലെ പേജ് ഉണ്ടാക്കേണ്ടി വരും, ചിലപ്പോൾ പള്ളി മദ്രസയൊക്കെ ഉണ്ടാക്കേണ്ടി വരും, ചിലപ്പോൾ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ടാക്കേണ്ടി വരും. ത്വരീഖത്തിൻ്റെ അധ്യാപനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ട പല പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. പുസ്തകങ്ങൾ അച്ചടിച്ചിറക്കേണ്ടി വരും, പ്രസംഗങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരും, ഇതൊക്കെ നടത്തേണ്ടി വരും. ഇതിനൊക്കെ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്ന് പറയുന്നത് ഷെയ്ഖിന് വേണ്ടിയുള്ള പരിശ്രമം തന്നെയാണ്. നമ്മൾ ദാവത്തിന് വേണ്ടി ആളുകൾ വിളിക്കേണ്ടി വരും, അവരുടെ അടുത്തേക്ക് പോകേണ്ടി വരും, മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമ്മൾ നടത്തുന്നത് ഷെയ്ഖിന് വേണ്ടിയിട്ടുള്ള ഹിദ്മത്ത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ കത്തിലൂടെ ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റും. എന്നിട്ട് പിന്നെ ഷെയ്ഖ് പറയാം, വയഅഖിദൂന മുഅ്തമിറൻ കുല്ല ആമൻ, എല്ലാ വർഷവും ഒരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്യണം, അതായത് ഒരു സമ്മേളനം. യൻദുറൂന ഫീ ഹിദ്മത്തിൽ ജമാ, ആ ഒരു കോൺഫറൻസിന്റെ ഉദ്ദേശം എന്താ? ആ ഒരു ജമാഅത്തിന്റെ ഹിദ്മത്തിനെ പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു ജമാഅത്തിൽ കുറച്ച് ആൾക്കാരെ ചില ഹിദ്മത്തിന് വേണ്ടി ഏൽപ്പിച്ചു. എന്നിട്ട് നമ്മൾ ആ 2 ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുക എന്ന് കരുതുക. അത് ഷെയ്ഖ് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുപോലെ നമ്മൾ അത് വർഷത്തിലൊരിക്കൽ അവലോകനം ചെയ്യാണ്, അതും വളരെ ഉദാത്തമായ കാര്യമാണ്. അങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെ അതിനർത്ഥം. അപ്പോൾ ഈ കമ്മിറ്റികളൊക്കെ വെറുതെ ഉണ്ടായാൽ പോരാ, ആ കമ്മിറ്റിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ വർഷത്തിലൊരിക്കൽ അവലോകനം ചെയ്യപ്പെടണം വലിയ രൂപത്തിൽ. യന്തഖിബൂനൽ മഖാതിബ് മിനൽ ജദീദ്, ആ ഒരു വർഷം പുതിയ കമ്മിറ്റിനെ തീരുമാനിക്കണം. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ പഴയ കമ്മിറ്റി മാറ്റി പുതിയ കമ്മിറ്റി തന്നെ ആവേണ്ടി വരും, ചിലപ്പോൾ പഴയ കമ്മിറ്റിയെ നിലനിർത്തേണ്ടി വരും. എന്താണെങ്കിലും ആ സമയത്ത് നമ്മൾ തീരുമാനം എടുക്കണം. പിന്നെയോ വൈദ തമ്മ തഷ്കീലുൽ ഫുറൂ, എല്ലാ ഈ ശാഖകളും നിയമിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാ നാട്ടിലും ചെറിയ ചെറിയ ശാഖകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, യന്തഖിബൂന മജ്ലിസ ദായിമ ലിത്തഖ്നീൻ, അവരെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു പെർമനൻ്റായ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാക്കണം. അതായത് നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു ബോഡി ഉണ്ടാവണം. ഇതിന് തക്കൂനു ലഹു സുൽത്തത്തുൽ ഉലിയ, ആ ലെജിസ്ലേറ്റീവ് ബോഡിക്ക്
ഏറ്റവും വലിയ അധികാരം ഉണ്ടാവണം. ഫികുല്ലിമാ തഅല്ലഖ ബിൽ ജമഇയ്യത്തി, ആ ജമീയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർക്ക് വലിയ അധികാരം ഉണ്ടാവണം. വഅഹ്വാലിൽ അഹ്ബാബ്, അഹ്ബാബിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അവർ വലിയ അധികാരമുള്ളവരായിരിക്കണം. അങ്ങനത്തെ ഒരു എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ടാവണം. ഫയഖൂലു ശുആർ, ആ കമ്മിറ്റിന്റെ മുദ്രാവാക്യം എന്തായിരിക്കും എന്നറിയാം? മുദ്രാവാക്യം ഉണ്ടാവണം കമ്മിറ്റിക്ക്. നഹ്നു അൻസാറുല്ലാഹ്, അവരിങ്ങനെ നമ്മളുണ്ടല്ലോ ഇൻഖിലാബ് സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞ പോലെ അവർക്ക് ഒരു മുദ്രാവാക്യം ഉണ്ടാവണം. നഹ്നു അൻസാറുല്ലാഹ്, നമ്മൾ അള്ളാഹിന്റെ സഹായികളാണ് എന്ന് പറയുന്നത്. വഫഖന അല്ലാഹു അയ്യാക്കും, അള്ളാഹു നമുക്കും നിങ്ങൾക്കും ഒക്കെ അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. വസ്സലാം. ഇബ്രാഹിം നിയാസ്, ഷാബാൻ 1353 ഹിജറ, ഷാബാൻ 12 എഴുതിയ കത്താണിത്. ഇനി ഇബ്രാഹിം ബിൻ മങ്കബ് എന്ന മുരീദിലേക്ക് ഷെയ്ഖ് അയച്ച കത്താണ്. അൽഹംദുലില്ലാ അല്ലദീ ഖാല ഫീ മുഹ്കമത് തൻജീൽ ഫസ്തഖിം കമാ ഉമിർത്, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നേരായ വഴിയിൽ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞ അള്ളാഹുവിനാണ് സർവസ്തുതിയും. വസ്സലാത്തു വസ്സലാം അലാ നാസിരിൽ ഹഖ് ബിൽ ഹഖ് വഅൈനിൽ ഹഖ് അല്ലദീ തതജല്ലാ മിൻഹാ ഉറൂശുൽ അഖായിഖ് സയ്യിദിന മുഹമ്മദിൻ ഖൈറുൽ ഖലായിഖ്, വസ്വാസങ്ങളുടെ മേലിൽ സ്വലാത്തും സലാമും. റദിയ അനിൽ ഖായിം ബി അവാമിരി സയ്യിദിഹി വനവാഹിഹി സയ്യിദി അൽ മുതസദ്ദിഫ് ബി ജമീൽ അവാലിം ഉലുവിയ്യത്തി വസുഫലിയ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകൾ മുഴുവൻ അനുസരിക്കുന്ന ഉയർന്നതും താഴെയുള്ളതുമായ എല്ലാ ലോകങ്ങളിലെയും കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സയ്യിദുന ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു തങ്ങളെ അള്ളാഹു തൃപ്തിപ്പെടട്ടെ. ശേഷം വബാദ്, ശേഷം വസ്സലാം സലീമുൻ ലാ ലഅവുൻ ഫീഹി വലാ തഅസീം, ശുദ്ധമായ പരിശുദ്ധമായ സലാം ഞങ്ങൾക്ക് അയക്കാണ്. ഇലാ മഹല്ലി ബുദ്ദിന അൽ അർ, എൻ്റെ ബുദ്ദിന അൽ അർ എന്ന എൻ്റെ ഉന്നതമായ സ്നേഹത്തിൻ്റെ കേന്ദ്രമായ ഒരാളിലേക്ക്, അതായത് എനിക്ക് ഭയങ്കര വാത്സല്യമുള്ള ഒരാളിലേക്കാണ് ഞാൻ ഈ കത്തയക്കുന്നത്. വശാഇരിൽ ഹിന്ദിയിൽ അബർ, പ്രശസ്തനായ കവിയും പ്രത്യേകപ്പെട്ട ഒരാളുമാണ് അദ്ദേഹം. ആ സയ്യിദ് ഇബ്രാഹിം ബിൻ മക്കം എന്ന ആൾ, അദ്ദേഹം ഷെയ്ഖിൻ്റെ വാത്സല്യത്തിന് പാത്രമായ ഒരാളാണ്, വലിയ കവിയാണ്, പ്രത്യേകപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിലേക്ക് അയക്കുന്ന കത്താണിത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഔജബുഹു ഇലൈക്കും അൽ അലാം, നിങ്ങളിലേക്ക് അറിയിക്കൽ എനിക്ക് നിർബന്ധമായി. ബാദ സുആലി അൻ ഹാലിക്കും, നിങ്ങളുടെ അവസ്ഥകളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞതിന് ശേഷം. വഹാലിമൻ തഅല്ലഖ ബിക്കും ഖുസൂസൻ വ ഉമൂമൻ, നിങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേകക്കാരും അതുപോലെ പൊതുജനങ്ങളുമായിട്ടുള്ള എല്ലാവരോടും അവരുടെ അവസ്ഥകളും ചോദിച്ചറിഞ്ഞതിന് ശേഷം. അപ്പോൾ സാധാരണ സുഖവിവരങ്ങൾ അന്വേഷിക്കില്ല, നിങ്ങൾക്ക് സുഖമല്ലേ, നിങ്ങൾ കുടുംബക്കാർക്ക് സുഖമല്ലേ, അതൊക്കെ പറഞ്ഞതിന് ശേഷം എനിക്ക് നിങ്ങളോട് അറിയിക്കൽ നിർബന്ധമാണ്. ബിഅൻ ഖദ് ബലഅനി ശൈഉം മിനൽ ഉമൂരിക്കും, നിങ്ങളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ അറിയാനിടയായി. നിങ്ങളിൽ നിന്ന് ഞാനൊരു കാര്യം അറിയാനിടയായി. അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊരു കാര്യം ഉണ്ടാവും, ആ കാര്യത്തിൽ നിന്നൊരു കാര്യം ഞാൻ അറിയാനിടയായി. ഫസിയതു ലിഅജ്ലിഹി ആയത വനിഹായതൻ, ഞാനത് കേട്ടപ്പോൾ തരിച്ചുപോയി. ഷെയ്ഖ് പറയാ, ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി, തരിച്ചുപോയി, അങ്ങേയറ്റത്തെ ഞെട്ടൽ എനിക്കുണ്ടായി. അപ്പോൾ ഷെയ്ഖ് ഞെട്ടി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു വലുപ്പം എന്തായിരിക്കും, ആ ഒരു പ്രവർത്തനത്തിൻ്റെ വലുപ്പം. മുരീദ് എന്തൊരു കാര്യം ചെയ്തന്, ആ ചെയ്ത കാര്യത്തിൽ ഷെയ്ഖ് ഞെട്ടിപ്പോയി എന്നാണ് പറയണത്. വഹുവ തർക്കുക്കും ജാവിയത്തെ ഷെയ്ഖ് തിജാനി, ഷെയ്ഖിൻ്റെ ജാവിയ ഒഴിവാക്കിയതാണ് ആ കാര്യം. അതായത് നിങ്ങൾ ഷെയ്ഖിൻ്റെ ജാവിയ ഒഴിവാക്കിയില്ലേ, അത് ഞാൻ കേട്ടിട്ട് ആകെ തരിച്ചുപോയിന്ന്. അപ്പോൾ ഇത്രത്തോളം വലിയ ഒരു പ്രശ്നമുള്ള കാര്യമാണ് ഷെയ്ഖിൻ്റെ ജാവിയ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ജാവിയ പിരിച്ചുവിടുക എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് മൂപ്പര് ജാവിയയിൽ പോവാതിരിക്കുക. ഞാൻ ജാവിയയിലൊന്നും പോകില്ല, അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാരോടൊക്കെ നമുക്ക് എന്തെങ്കിലും ചില വിഷമം ഉണ്ടായി, അല്ല അവിടെ നമുക്ക് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ആയില്ല, ഞാൻ ജാവിയെ പോകുന്നില്ല, ഞാൻ ഈ വീട്ടിലിരിക്കുകയാണ്, അല്ല എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് വന്നോട്ടെ, ഞാൻ അങ്ങോട്ട് പോകില്ല, അല്ല മൂപ്പരായിട്ട് ഞാൻ സഹകരിക്കൂല, അങ്ങനെയൊക്കെ പറയുമല്ലോ. അതുപോലെ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജാവിയനെ നിങ്ങൾ ഒഴിവാക്കിയോ,
എന്നെ ഭയങ്കര എനിക്ക് ഭയങ്കര ഞെട്ടലുണ്ടാക്കിയ കാര്യമാണത്. അല്ലത്തി ഫി ദാരി അഖീക്കും സയ്യിദി ഷെയ്ഖ് ഫായ്. ആ ജാവ്യ എവിടെ ഉള്ളത് അറിയാം? നിങ്ങളുടെ സഹോദരനായ ഷെയ്ഖ് ഫായിന്റെ വീട്ടിലാണ് ജാവ്യ ഉള്ളത്. അപ്പോൾ വീട്ടിൽ ജാവ്യൊക്കെ ഉണ്ടാവാം. ഒരാളുകൾ നിയത്താക്കിയാൽ മതി. ഇപ്പോൾ ഒരു സ്ഥലം ഒരാൾ പറയാണ് ഈ റൂം ജാവ്യൊക്കെ വേണ്ടി നിയത്താക്കി എന്ന് പറഞ്ഞാൽ കാലാകാലം ആ ജാവ്യ തന്നെയാണ്, വീട്ടിലാണെങ്കിൽ പോലും. ഒരു അവൻ്റെ സ്ഥലത്ത് വീടിൻ്റെ തൊട്ടടുത്ത ഒരു സ്ഥലം ഇത് ജാവ്യക്ക് വേണ്ടി ഉദ്ദേശിച്ചു, അങ്ങനെയാണെങ്കിൽ അത് ജാവ്യാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സഹോദരനായ ഷെയ്ഖ് ഫായിൻ്റെ ജാവ്യെ നിങ്ങൾ പോവാതിരിക്കേ, നിങ്ങളവിടെ ഉപേക്ഷിച്ചു എന്ന് ഞാൻ കേട്ടു. അതിനെ ഭയങ്കര എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി, എന്നെ ഞെട്ടിപ്പിച്ചു. വജഅൽതും മുസല്ലി ഫീ ദാരിക്കും. മാത്രമല്ല നിങ്ങൾ നിസ്കരിക്കുന്നപ്പോൾ നിങ്ങളെ വീട്ടിലാന്ന് കേട്ടു. അതായത് അങ്ങോട്ട് പോലില്ല, പകരം നിങ്ങളെ വീട്ടിൽ നിങ്ങൾ സ്ഥലം കണ്ടെത്തി അവിടെ ഒരുമിച്ച് കൂട്ടലാണ് എന്ന് ഞാൻ കേട്ടു. ഫദാലിക ലാ ഉസമ്മീഹി ഇല്ലാ മസ്ജിദുൽ ദിറാർ. എന്നാൽ ഞാൻ അതിനെ മസ്ജിദുൽ ദിറാർ എന്നേ പേരിടുള്ളൂ. അതായത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന പള്ളീനെ ഞാൻ പറയുള്ളൂ. നിങ്ങളെ സഹോദരന്റെ വീട്ടിലെ ജാവ്യ, ഷെയ്ഖിന്റെ ജാവ്യ ഒഴിവാക്കിയിട്ട് നിങ്ങൾ വീട്ടിലിരുന്നിട്ട് അവിടെ ഒരുമിച്ച് കൂടുകയാണോ? അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തിന് ഞാൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം എന്നേ പറയുള്ളൂ. അവിടെ ചെയ്യുന്ന എന്താ? നിസ്കരിക്കുക, വദീഫ ഇല്ല, ദിക്റില്ല, അതൊക്കെ തന്നെ അവിടെയും ചെയ്യണം. പക്ഷെ അത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. കാരണം ഇഖ്വാനിങ്ങളുടെ ഇടയിൽ വിള്ളലുണ്ടാക്കി ആ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട്. ഈ ഒരു മസ്ജിദുൽ ദിറാർ എന്നുള്ള സന്ദർഭം മുനാഫിക്കീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ കൂബ മസ്ജിദുള്ള സമയത്ത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് അവരൊരു പള്ളി നിർമ്മിച്ചു. ആ പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ ഉദ്ദേശം അത് താവളമാക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സഹാബാക്കൾക്കെതിരെ നീങ്ങാൻ വേണ്ടിയായിരുന്നു. പക്ഷെ അവർ ബാഹ്യമായി അവർ കരുതിയിരുന്നത് അതെന്താണ്, ആൾക്കാരുടെ മുമ്പിൽ അത് കാണിച്ചിരുന്നത് അത് തഖ്വക്ക് വേണ്ടി ഉണ്ടാക്കിയ പള്ളിയാണെന്നാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അള്ളാഹു അവരെ ആ പള്ളി മസ്ജിദുൽ ദിറാർ എന്ന് വിശേഷിപ്പിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പൊളിച്ചു മാറ്റാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. അപ്പോൾ അതേ വേർഡാണ് ഷെയ്ഖ് അവർകളോട് ഉപയോഗിച്ചത്. ഞാൻ നിങ്ങൾ ആ വീട്ടിലെ നിസ്കരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന വദീഫൊക്കെ ചെല്ലാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിനെ ഞാൻ മസ്ജിദുൽ ദിറാർ, കുഴപ്പങ്ങൾ ഉണ്ടാക്കണ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം എന്നേ ഞാൻ പേരിടുള്ളൂ. ഒമൻ ഫഅല ദാലിക, അതായത് ആരെങ്കിലും അപ്രകാരം ചെയ്താൽ, എപ്രകാരം? ഫഖദ് അത്തല ജാവ്യ ഷെയ്ഖ്, അതായത് ഷെയ്ഖിന്റെ ജാവ്യ ഒഴിവാക്കി നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത്, അപ്രകാരം നിങ്ങൾ ചെയ്താൽ അവൻ ജാവ്യയെ നിർജീവമാക്കിയവനെ പോലെയാണ്. അപ്പം നമുക്ക് ജാവ്യ ഉണ്ടായാൽ ജാവ്യയിൽ വദീഫ നടക്കുക, നിസ്കാരം നടക്കുക, അവിടെ ഹൈലല നടക്കുക, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് ഒഴിവാക്കിയിട്ട് നമ്മൾ മാറി നിൽക്കുക, ഇതൊക്കെ നമ്മളെന്തെങ്കിലും നമ്മുടെ പേഴ്സണൽ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അവൻ ജാവ്യനെ ഉപേക്ഷിച്ചിരിക്കുന്നു. വദാലിക ഖബീഹുൻ ജിദ്ദൻ, വദാലിക ഖബീഹുൻ ജിദ്ദൻ, അത് വളരെ മോശപ്പെട്ട പണിയാണ്. വബാത്തിലുൻ മഹദൻ, ഏറ്റവും കറകളഞ്ഞ ബാത്തിലാണ്. അത് ബാത്തിലാന്നുള്ളത് നോക്കേണ്ട ആവശ്യം തന്നെയല്ല. ആരെങ്കിലും ഷെയ്ഖിന്റെ ജാവ്യ ഒഴിവാക്കിയിട്ട് വേറെ പണി ചെയ്യുകയാണെങ്കിൽ അവൻ ഏറ്റവും മോശപ്പെട്ട പണിയാണ് ചെയ്തത്. അവൻ അതുകൊണ്ട് ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഫതൂബു ഇലല്ലാഹി മിൻ ദാലിക തൗബത്തൻ നസൂഹ, അതുകൊണ്ട് നസൂഹായ ആത്മാർത്ഥമുള്ള തൗബ ചെയ്തോളി ആ വിഷയത്തിന്. ഇത് തെറ്റ് ചെയ്തതിനെ പറ്റി അല്ലട്ടോ ഷെയ്ഖ് പറയണേ. ഇപ്പോഴും ചിന്തിക്കണം. ജാവ്യെന്ന് ഒഴിവായി വേറെ സ്ഥലത്ത് പോയി അവിടെ സ്വന്തമായ ജാവ്യൊക്കെ ഉണ്ടാക്കി മുമ്പരിങ്ങനെ ദിക്റില്ലാന്ന് ഇരുന്നു. അതിനെയാണ് നിങ്ങൾ ഷെയ്ഖ് പറഞ്ഞത് ആത്മാർത്ഥമായി തൗബ ചെയ്തോളി, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. വൽ തതഹയ്യഉലി തഅമീരിഹ, നിങ്ങളെന്ത് ചെയ്യും? ഈ വേഗം തൗബ ചെയ്യാന്ന് മാത്രമല്ല, പഴയ അവസ്ഥ വീണ്ടെടുക്കാൻ നിങ്ങൾ പെട്ടെന്ന് തയ്യാറായിക്കോളി. ലിഅന്നഹ ജാവിയത്തി ഫിൽ ബഞ്ചൂൽ, കാരണം അത് എൻ്റെ ജാവിയാണ്. നിങ്ങളെ പേഴ്സണൽ നിങ്ങളവിടെ എന്തൊക്കെ ചെയ്തു അതിൻ്റെ വിഷയമല്ല. നമ്മൾ ഷെയ്ഖ് ഒരു ഇജാസത്ത് തന്നൊരു ജാവ്യം ഉണ്ടാക്കിയാൽ അത് ഷെയ്ഖിൻ്റെ ജാവ്യാണ്. അവിടെ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊന്നും വിഷയമല്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോവാതിരുന്നാൽ, അവിടുന്ന് ആൾക്കാരെ മാറ്റിയാൽ നിങ്ങൾ മനസ്സിലാക്കുക, വേഗം അതൊക്കെ തുടങ്ങിക്കോളി, മാറ്റി ചെയ്തോളി. കാരണം അത് ബഞ്ചൂലിലുള്ള എൻ്റെ ജാവിയാണ്. ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് തങ്ങൾ പറയാണ്, അഫീ ദാലിക റിദല്ലാഹി വറസൂലിഹി വശൈഖി വരിദാഇ, അവിടെയാണ് അള്ളാഹിൻ്റെ തൃപ്തിയുള്ളത്, അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിയുള്ളത്, അവിടെയാണ് ഷെയ്ഖ് തിജാനി റളിയല്ലാഹു തങ്ങൾ തൃപ്തിയുള്ളത്, അവിടെയാണ് എൻ്റെയും തൃപ്തിയുള്ളത്. അതുകൊണ്ട് അത് വേഗം പണിയെടുത്തോളി. വമൻ ലം യഫ്അലുഹു, അതിനെ ആ ജാവിയനെ ജീവിപ്പിക്കാൻ നിങ്ങൾ പണിയെടുക്കുന്നില്ലേ, അവിടേക്ക് ആൾക്കാരെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നില്ലേ, ഫഖദ് അസാ അവാമിരന,
അവൻ എൻ്റെ കൽപ്പനക്ക് വിരുദ്ധമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വാൻ തയാ ഇബ്രാഹിം, അല്ലയോ ഇബ്രാഹിം, നീ ഉണ്ടല്ലോ, ലാ അസ്തഖി, എനിക്ക് നിന്നെ പറ്റിയുള്ള കംപ്ലൈൻറ്റ് എന്താ അറിയോ, ഫീക ഇല്ലാ അദമദ്ദറഇ ഫഖത്ത്, നീ അത് പിന്നെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നത് തടഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നീ അത് ചെയ്യുന്ന ഒരിക്കലും കരുതിയില്ല. നിന്റെ അടുത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അവിടെ നടന്നാൽ ശൈഖിന്റെ സാവിയ ഒരു കൂട്ട ആൾക്കാർ ഒഴിവാക്കി വേറെ എവിടെയെങ്കിലും ഒത്തുകൂടുന്നത് നീ കണ്ടാൽ അത് തടയായിരുന്നു നീ ചെയ്യേണ്ടത്. അതായിരുന്നു നിന്റെ അടുത്ത് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ നീ അങ്ങനെയല്ലല്ലോ ചെയ്തത്. വലാകിൻ അലൈക അൻ തസ്ജുർ, അതുകൊണ്ട് നീ എന്ത് ചെയ്യാം, തടയണം. നിനക്ക് നിർബന്ധമാണ് ആ കാര്യങ്ങളൊക്കെ തടയാന്നുള്ളത്. ജമീഅൽ മുതഅല്ലിഖീന ബിക്, നീയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരോടും പറഞ്ഞിട്ട് ആ കാര്യം തടയൽ നിനക്ക് നിർബന്ധമാണ്. മിൻ അവമാമി വൽ അഹ്വാലി വൽ ആഖിദീൻ, ബയ്യത്ത് ചെയ്തവരും കുടുംബക്കാരായ അമ്മാവന്മാരും പുതിയന്മാരായ ആളുകളും അവരോടൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നീ ഇത് ശരിയാക്കണം, ഈ പ്രശ്നം ഇപ്പം സോൾവ് ചെയ്യണം. ഒബല്ലിയ ബറാവത്ത ഇലാ ജമിയെ, നീ എല്ലാവരോടും പറയണം, ഞാനും അവരുടെ മാറുന്ന പരിപാടി ഒഴിവാക്കിയിട്ടോ ഞാൻ അങ്ങോട്ട് പോവാണ് എന്ന് എല്ലാവരോടും പറയൽ നിനക്ക് നിർബന്ധമാണ്. അത് ഞാനത് ആവി ഒഴിവാക്കിയപ്പോൾ എൻ്റെ വീട്ടിലാണ് ദിക്റല്ലെന്ന് പറഞ്ഞു നടന്നിരുന്നു മുമ്പര്. അത് നിർത്തിക്കോ, വേഗം ആവിയൊക്കെ തന്നെ പോയിക്കോ, ഇത് എന്നോട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന് ഒഴിവാവുകയാണ്, ഞാൻ ആവിയെ തന്നെ വരും എന്ന് പറയാം. അതുപോലെ തന്നെ നീ എല്ലാവരോടും പറഞ്ഞോ, കൽ ഹുസൈൻ തൂർ വാംസാലിഹിം, ഹുസൈൻ തൂർ എന്ന ആളോടും പറഞ്ഞോ, അവരെപ്പോലുള്ള ആളുകളോടും പറഞ്ഞോ. വലാ തഅലു ജുഹദക ഫീ ദാലിക്, ഇതിന് പരിശ്രമിക്കാൻ നീ ആരെയും കാത്തിക്കണ്ട, പെട്ടെന്ന് ചെയ്തോ. ഇതിനൊരു സമയവും നീ കാത്തിക്കണ്ട, പെട്ടെന്ന് ചെയ്തോ, അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് അർത്ഥം. നിങ്ങൾ ജാവിയെ നിർജീവമാക്കിയിട്ടുണ്ട്, നിങ്ങൾ ജാവിയെ ഒഴിവാക്കി പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഫഖദ് ബലാനി, എന്നെ അറിയിച്ചിട്ടുണ്ട്. മിനൽ ഇൽമാനില്ലതി ഷയ്യഉ ഷെയ്ഖ് ഫായ് അവിടെ വന്ന സമയത്ത് മൂപ്പരെ യാത്ര അയക്കാൻ പോയ ചെറുപ്പക്കാരെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൂപ്പരെ ജാവിയെ ഒഴിവാക്കി വേറെ സ്ഥലത്ത് ഒത്തുകൂടുന്നുണ്ട് എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലം അസിഖ് കലാമിഹിം, പക്ഷെ ഞാൻ അവരുടെ വാക്ക് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. സുമ്മ ബാദാലി കത്താനി തവാതുർ മിൻ ബൈനിൽ ഹവാസി വൽ ആം, എന്നാൽ പ്രത്യേകക്കാരും പൊതുവിലുള്ളവരും പ്രത്യേകക്കാരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ എന്നോട് ഇത് പറയാൻ തുടങ്ങി. അവിടെ മൂപ്പരെ ജാവി ഒഴിവാക്കി മൂപ്പര് വേറെ ഒറ്റുകൂടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. വാഹുൽ മദ്കൂർ, ഈ ഷെയ്ഖ് ഫായ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം, ആ സഹോദരൻ, നമ്മുടെ ഇഹ്വാന് കത് സബക്കും ഫി ത്വരീഖ്, നിങ്ങളെക്കാളും മുമ്പ് ഈ ത്വരീഖത്തിൽ വന്ന ആളാണ്. അപ്പൊ നിങ്ങളെന്തിനാ അയാളെ ഒഴിവാക്കുന്നത്? അദ്ദേഹം നിങ്ങളെക്കാളും മുമ്പ് ഈ ത്വരീഖത്തിൽ വന്ന ആളല്ലേ. വാസന്നു മിൻകും, നിങ്ങളെക്കാൾ വയസ്സുകൊണ്ട് മൂത്തതല്ലേ. റഅയു സദീദു ഇന്ദി, അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ശരിയായ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് മുമാറസത്തുക്കും ലഹു, അദ്ദേഹത്തോട് നിങ്ങൾ നല്ല ബന്ധം വെക്കുക എന്നുള്ളത് എൻ്റെ അഭിപ്രായം. നിങ്ങൾ അദ്ദേഹത്തിന് ഒഴിവാക്കലോ അദ്ദേഹത്തിൻ്റെ ജാവ്യം നിന്ന് വിട്ട് മാറി നിൽക്കലോ അല്ല. കാരണം അദ്ദേഹം നിങ്ങളെക്കാൾ മുമ്പ് ത്വരീഖത്തിലേക്ക് വന്ന ആളാണ്, നിങ്ങളെക്കാൾ വയസ്സുകൊണ്ട് മൂത്ത ആളാണ്. അദ്ദേഹത്തിനെ ഒഴിവാക്കുക എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽപ്പെട്ടതല്ല. വൈജിത്തിമാഹു ഫീ തഅമീരി ജാവിയ, അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് ഒത്തുകൂടിക്കൊണ്ട് നിങ്ങൾ ആ ജാവിയനെ പുനരുദ്ധാരണം നടത്തുകയാണ് വേണ്ടത്. കുല്ലുമൻ കാന യന്തസിബു ഇലൈന, നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരോടും നിങ്ങൾ ഈ കാര്യമാണ് പറയേണ്ടത്. അതായത് ഷെയ്ഖിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും നിങ്ങൾ ചെയ്യേണ്ടത് അദ്ദേഹവുമായിട്ട് ബന്ധിപ്പിക്കാനും അവിടെ ജാവിയ പുനരുദ്ധാരണം നടത്താനുമാണ്. വൈല്ല ഫഹദ്ദുലി നഫ്സിൻ ലാ അയറ, ഇനി ആരെങ്കിലും അത് ചെയ്യുന്നില്ലേ, അതായത് മൂപ്പരെ കൂടുന്നില്ലേ, ആ ജാവിയെ പുനരുദ്ധാനം നടത്തുന്നില്ലേ, അവിടെ ഒരുമിച്ച് കൂടുന്നില്ലേ, എങ്കിൽ ഇല്ല ഹദ്ദുൽ നഫ്സി, അത് അവൻ്റെ നഫ്സ് മാത്രമാണ്, ലാ അയറ, വേറൊന്നുമല്ല. അന്നി നദർത്തു ഉമൂറഹു കുല്ലൻ, കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. അതായത് ഷെയ്ഖ് ഫായനെ എനിക്ക് നന്നായിട്ട് അറിയാം. വമാ വജത്തു ഫീഹി ഇല്ലാ മഹബ്ബത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ മഹബത്തല്ലാതെ എനിക്ക് അദ്ദേഹത്തിലൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. വൈലഹാറിലെ ഹക്ക് വെളിവാക്കലല്ലാതെ എനിക്ക് അദ്ദേഹത്തിനൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ലാ അല്ലദീയ അലു വലായ അലു അലൈ, അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അദ്ദേഹം അള്ളാഹിനോട് മഹബത്ത് വെക്കുന്നു, ഹക്ക് വെളിവാക്കുന്നു, അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അതല്ലാതെ ഞാൻ അദ്ദേഹത്തിലൊന്നും കണ്ടിട്ടില്ല. വൈജിഹ്തിഹാദി ഫീമാ യുർദില്ലാഹി വറസൂലിഹി വശൈഖ് ദായിമൻ, അള്ളാഹുവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഷെയ്ഖും തൃപ്തിപ്പെട്ട കാര്യങ്ങൾ നിരന്തരം ചെയ്യലല്ലാതെ
അതിനു വേണ്ടി പരിശ്രമിക്കലല്ലാത്ത ഒന്നും ഞാൻ അദ്ദേഹത്തിൽ കണ്ടിട്ടില്ല. ഇതാണ് എനിക്ക് അദ്ദേഹത്തിൽ കാണാൻ പറ്റിയ. അദ്ദേഹം മഹബത്ത് വെക്കുന്നു, അള്ളാഹിനെ മഹബത്ത് വെക്കുന്നു, സത്യം മാത്രം വെളിവാക്കുന്നു, അള്ളാഹിനെ അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഖിനെ തൃപ്തിപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. ഇതേ ഞാൻ അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ളൂ. വദാലിക ഹുവൽ ഹഖ്ഖുൽ ലദീ ലാ ഉബാറ അലൈഹി, അതാണ് ഒരു സംശയങ്ങളോ ഇല്ലാത്ത രൂപത്തിലുള്ള സത്യം. അമാ അദാഹു ബാത്തിലുൻ മഹദൂൻ, എന്നാൽ അതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ കളവാണ്. വൽ ഹദർ അൽ ഹദർ, അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിച്ചോ. ഫി മുഹാലത്തത്തിൽ ഇൽമാൻ, ചില ചെറുപ്പക്കാരുമായിട്ടുള്ള നിന്റെ കൂട്ടുകെട്ട്. അതായത് ഇദ്ദേഹം ഈ ഷെയ്ഖിനെ ഒഴിവാക്കിയിട്ട് മാറി വേറെ സ്ഥലത്ത് പോയി, അതായത് ആ ഒരു മുഖദ്ദമിനെ ഒഴിവാക്കി ആ ജാവിയൊക്കെ ഒഴിവാക്കി വേറെ സ്ഥലത്ത് പോയത് ചില ആൾക്കാരെ പ്രേരണ കൊണ്ടായിരിക്കും. ആ ആളുകളെ കുട്ടികൾ എന്നാണ് ഷെയ്ഖ് വിശേഷിപ്പിച്ചത്. ആ കുട്ടികളുണ്ടാവും ചെറുപ്പക്കാർ, അവരുമായിട്ട് കൂട്ടുകെട്ട് നീ ഒഴിവാക്കിക്കോ. അല്ലദിൻ ലം യാറഫൂലി ത്വരീഖ ദുർശുദ റഅസൻ, ആ കുട്ടികളുണ്ടല്ലോ, ആ ചെറുപ്പക്കാര്, അവർ ത്വരീഖത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ്. ആ ആളുകളെ വിശ്വസിച്ചാണ് നീ ഈ ഷെയ്ഖ് ഫായനെ ഒഴിവാക്കിയത്. അവർ ത്വരീഖത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ്, അവർ ഹിദായത്തിന്റെ വഴിക്ക് വേണ്ടി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനത്തെ ആളുകളെ വിശ്വസിക്കുന്ന നീ ഒഴിവാക്കിക്കോ. സവാഅൻ അതൂക്കും മിൻ ഹുനാ ഔ മിൻ ഹുനാലിക്, അവർ എവിടെ നിന്ന് വന്നവരാണെങ്കിലും ശരി, അവർ വിശ്വസിക്കുന്നൊക്കെ ഒഴിവാക്കിക്കോ. നേരെ മൂപ്പരെ കൂടെ കൂടിക്കോ, പിന്നെ മൂപ്പരെ ജാവിയെ സജീവമാക്കിക്കോ. അത് നിന്നോടുള്ള കൽപ്പനയാണ്. ഇത് ചെയ്യാത്ത ആളുകളൊക്കെ ബുദ്ധിമുട്ടിലാവും. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷെയ്ഖിൻ്റെ ഒന്നും തൃപ്തി അവർക്ക് ഉണ്ടാവില്ല എന്ന് പറയാം. ഒക്കത്ത അലി സീസ് റളിയല്ലാഹു തങ്ങളെ എഴുതിയതാണ് ഈ കത്ത്. മിൻ ഇംലായി ഷെയ്ഖിന വസീലത്തിനായ അല്ലാഹ് അൽ മുജദ്ദിദി ത്വരീഖത്തുൽ ഹഖ് വഇദ ഇൻതിറാസ് ആസാരിഹ ഷെയ്ഖ് ഇബ്രാഹിം ബിൻ ഹാജി അബ്ദുല്ലാഹ് അത്തിജാനി റളിയല്ലാഹു അൻഹു. ഷെയ്ഖ് ഇബ്രാഹിം ബിൻ അബ്ദുല്ലാഹ് അത്തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ അനുസരിച്ച് അലി സീസ് തങ്ങളെ ഈ കേട്ട് എഴുതിയതാണ്. ഇസ്ന അശറത്ത ഹലതമിൻ റബിയ മൗലൂദ് അന്നബവി അതായത് 1353 ഹിജ്റ വർഷം കൂസിൽ വെച്ചിട്ട് കത്താണ്. ഇനി ഇബ്രാഹിം മുസംബ എന്ന മുരീദിലേക്ക് ഷെയ്ഖ് അയക്കുന്ന കത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം തസ്ലീമ. അമ്മാ ബഅദ് ഫഇന്നി ഹദ്റത്തു ഹബീബി ഹഖൻ ഫഇല ഹദ്റത്തി ഹബീബി ഹഖൻ. ഈ കത്ത് ഞാൻ അയക്കുന്നത് എൻ്റെ ശരിയായ ഹബീബിലേക്കാണ്. അദീബുൽ അരീബ്, വളരെ ശുദ്ധനായിട്ടുള്ള, പിന്നെ വലിയ പണ്ഡിതനായിട്ടുള്ള, അല്ലാമത്തുൻ നജീബ്, അതുല്യനായ പാണ്ഡിത്യത്തിൻ്റെ ഉടമയായിട്ടുള്ള സയ്യിദി ഇബ്രാഹിം ബിൻ മുസംബ എന്ന ഷെയ്ഖിൻ്റെ മുരീദിലേക്ക് അയക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മൂജിബുഹു അലാമുക്ക്, നിങ്ങളിലേക്ക് എനിക്ക് അയക്കൽ നിർബന്ധമായി. ബി അന്നി വഖഫ്തു അലാ കിതാബിക്, നിങ്ങൾ എനിക്ക് അയച്ച കത്ത് ഞാൻ കണ്ട്. അല്ലദീ ബഅസ്ത ഇലൈ, നിങ്ങൾ എനിക്ക് അയച്ച ആ കത്ത് ഞാൻ കണ്ടു. ഫീ തഅഖീദിൽ അഹദു ബൈനി വ ബൈനിക്, എൻ്റെ നിങ്ങളുടെ ഇടയിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ആ ഒരു ബയ്യത്തിനെ ഊട്ടിയുറപ്പിക്കുന്ന ആ കത്ത് ഞാൻ കണ്ടു. അപ്പോൾ ഷെയ്ഖും മുരീദും തമ്മിൽ ഇടയ്ക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അവരുടെ ഇടയിലുള്ള ബയ്യത്തിനെ, ആ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന കാര്യങ്ങൾ പെട്ടതാണ്. അപ്പോൾ ഈ മുരീദ് ഷെയ്ഖിനെ കത്തയക്കുകയും ആ കത്തയച്ചതിൻ്റെ പേരിൽ ഷെയ്ഖുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ചു എന്നാണ് ഷെയ്ഖ് കൺഫേം ചെയ്യുന്നത്. ഫരീഹത്തു മിൻ ആയത്തുൽ ഫറഹ്, അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം ഉന്നതമായ രൂപത്തിൽ സന്തോഷിച്ചു. എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ടായി. അല്ലദീ യൂസീക ബിഹി, എനിക്ക് നിങ്ങളോടുള്ള വസിയത്ത്. വഖിദു ബിഹി അലൈക, നിങ്ങളോട് ഊന്നി പറയാനുള്ളത് എന്താണ്? അൻ തകൂനു ആലിയൽ ഹിമ്മത്തി, നിങ്ങളെ ഹിമ്മത്ത് വലുതാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഷെയ്ഖ് മുരീദ് കത്തയച്ചു. കത്ത് ഷെയ്ഖ് വായിച്ചു. അത് ഷെയ്ഖും മുരീദും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്നാന്ന ഒരു ഷെയ്ഖ് അതിനെ സർട്ടിഫൈ ചെയ്തു. അതിനുശേഷം പറയാണ്, എനിക്ക് നിങ്ങളോടൊരു ഉപദേശം പറയാനുണ്ട്. ആ ഉപദേശം എന്താ? നിങ്ങളെ ഹിമ്മത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണം. അപ്പോൾ എന്തോ ഒരു ചെറിയ കാര്യം അവർ പറഞ്ഞിട്ടുണ്ടാവും, ഒരു താന്ന കാര്യമാവണം. അപ്പോൾ ആ താന്ന കാര്യത്തെ ഉദ്ദേശിച്ചിട്ടായിരിക്കണം. നിങ്ങളെ ഹിമ്മത്ത് വർദ്ധിപ്പിക്കണം. വാൻ ലാ തൽതഫിത ഇലാ ഖൽഖി സവാൻ അഖ്ബലു അം അദ്ബറു, നിങ്ങൾ സൃഷ്ടികളിലേക്ക് തിരിയരുത്. അതായത് ചിലപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് പറയാം, ഇന്ന ആളിനെ ഉപേക്ഷിച്ചു, അവരിന്നോട് ഇങ്ങനെ കാട്ടി, അവരങ്ങനെ ആക്കി, ആളിനോടൊപ്പം മിണ്ടുന്നില്ല, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ആൾക്കാർ വരുന്നോ പോകുന്നതോ അതൊന്നും നിങ്ങൾ നോക്കണ്ട. അത് നിങ്ങൾ ഹിമ്മത്ത് അതിലേക്ക് തിരിയരുത്.
അത് ഞാൻ നിങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നില്ല. അല അന്നി ഷാഹത്തു ഫീക അമാറത്തൽ ഫതഹ്, ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഫതഹിന്റെ ചില ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ലിമാ ഹറജ മിൻ ഫീഖ്, നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, നിങ്ങൾ പറഞ്ഞ കത്തിലുള്ള വാക്കുകളൊക്കെ പരിശോധിച്ചപ്പോൾ നിങ്ങൾക്ക് ചില ഫതഹിന്റെ ലക്ഷണങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഹിമ്മത്ത് വർദ്ധിപ്പിക്കണം, ജനങ്ങളിലേക്കൊന്നും തിരിയരുത്, ആൾക്കാർ വരിക പോവുക എന്ത് ചെയ്യട്ടെ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത്. വൽ ഫതഹു ബാബുൽ മാരിഫത്ത് ബില്ലാ, ഫതഹ് എന്ന് പറയുന്നത് മാരിഫത്തിന്റെ കവാടാണ്. ഇപ്പം ആരെങ്കിലും നമ്മൾ ഫതഹായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മളെല്ലാം ആയി എന്നല്ല, അതൊരു കവാടാണ്. അവിടെ നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്യാണ്ട് ഇഷ്ടം പോലെ. ആ യാത്ര എന്താ? ഹിദ്മത്തിലും ഇബാദത്തിലായിട്ടുള്ള യാത്ര. എത്രത്തോളം നമ്മൾ ഹിദ്മത്തിലും ഇബാദത്തിലായി കഴിയുന്നു, അതിനനുസരിച്ച് എത്രത്തോളം ആ ഇബാദത്തിലും ഹിദ്മത്തിലും മുറാക്കബയിലായി നിൽക്കുന്നു, അത്രത്തോളം നമ്മൾ അള്ളാഹുവിലെ ആയി വർധന ഉണ്ടാവും. എത്രത്തോളം നമ്മൾ ചെയ്യുന്നില്ലേ, നമ്മൾ ഉയരെയില്ല. നമ്മൾ ഫതഹായി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കാര്യമല്ല. അപ്പോൾ ഫതഹു ബാബുൽ മാരിഫത്തിലില്ല, കാരണം ഫതഹ് എന്ന് പറയുന്നത് മാരിഫത്തിൻ്റെ ഒരു കവാടാണ്. അതിൽ കവാടങ്ങൾ തുറന്ന് കയറിയെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ലൈസ ഹുവ മാരിഫത്ത്, അത് മാരിഫത്തല്ല. ഫതഹായി എന്ന് പറഞ്ഞാൽ മാരിഫത്താവില്ല. ഫതഹിലൂടെ പിന്നെ യാത്ര ചെയ്യണം, അതാണ് മാരിഫത്ത്. മുറാദിയാൻ തക്കൂണ മിൻ അഖാബിൽ ആരിഫീന ലാ ഐറ, ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കണം നിങ്ങൾ ഉന്നതരായ ആരിഫീങ്ങൾ പെടണം എന്നാണ്, വേറെ ഒന്നുമല്ല. നിങ്ങൾ ഈ താഴ്ന്ന പരിപാടിയൊക്കെ നിർത്തി നിങ്ങൾ ഉന്നതരായ ആരിഫീങ്ങൾ പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങൾ ചില മുരീദന്മാരെ പറ്റി പറയുമല്ലോ, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഭയങ്കര പ്രതീക്ഷയുണ്ട്, നിങ്ങളിങ്ങനെ താഴ്ന്ന പരിപാടി ചെയ്ത് നടക്കരുത്, നിങ്ങൾ ഉന്നതനായ നല്ലൊരു ഹാദിമാവണം, നല്ല എല്ലാവർക്കും മാതൃകയായ ഒരാളാവണം എന്നൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ പറയില്ല. അതേപോലെ വാമ തക്ദീം, പിന്നെ നിങ്ങൾ മുക്കദ്ദമാക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചില ആൾക്കാരൊക്കെ നമ്മൾ വിചാരിക്കും ഉന്നതരായ ഒരു പണ്ഡിതനാണ്, വലിയ എല്ലാവരുടെ അടുത്തൊക്കെ പ്രശസ്തി ഉണ്ട്, അതുകൊണ്ടൊക്കെ നമ്മൾ അവരെ മുക്കദ്ദമാക്കണം എന്നാണ്. അപ്പോൾ ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ടാവും എന്നെ മുക്കദ്ദമാക്കാൻ, ഞാനിപ്പോൾ കുറേ ആൾക്കാരൊക്കെ എന്നെ സ്വീകരിക്കുന്നുണ്ട്, മുക്കദ്ദമാവണമെന്ന് പറയുന്നുണ്ട്, അപ്പോൾ എന്നെ മുക്കദ്ദമാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഷെയ്ഖ ഇന്ന് മറുപടിയാണ് കൊടുക്കുന്നത്. അമ്മ തക്ദീം, മുക്കദ്ദമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് നിങ്ങളെ മുക്കദ്ദമാക്കണോ വേണ്ടേ അതിൻ്റെ പറയുകയാണെങ്കിൽ, ഫലാ ഹാജത്തുലക ബി, അതിന് അതിന് നിങ്ങൾക്കൊരാവശ്യമൊന്നുമില്ല. അപ്പോൾ മുക്കദ്ദമാക്കുക എന്ന് പറയുന്നത് ഷെയ്ഖിൻ്റെ തീരുമാനങ്ങളാണ്. കാരണം ഒരാൾക്ക് ചിലപ്പോൾ അത് സൂട്ടബിൾ ആവില്ല, ഒരാളുടെ നേച്ചറിന് പറ്റിയതാവില്ല അത്. ആ മുക്കദ്ദമിന് കുറേ ലീഡർഷിപ്പ് ക്വാളിറ്റികൾ ഒരാളിൽ ഉണ്ടാവണം. ഒരാൾ നല്ല ആളായതുകൊണ്ട് മാത്രം മുക്കദ്ദമാവാൻ പറ്റണമെന്നില്ല. മുക്കദ്ദമാവണമെങ്കിൽ ചിലപ്പോൾ അത്ര നല്ല ആളാവണമെന്നില്ല, ഒരു മീഡിയം ലെവലിൽ നന്നായാൽ മതി. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവർ മുക്കദ്ദമാക്കും. എന്താണ്, അവർക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവുണ്ട്, അവർ ഇൻഫ്ലുവൻഷ്യലായ ഒരാളാണ് എന്ന അർത്ഥത്തിൽ നമ്മൾ അവരെ മുക്കദ്ദമാക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ മുക്കദ്ദമായവരൊക്കെ ഏറ്റവും ടോപ്പ് ലെവലുള്ള ആൾക്കാരും മുക്കദ്ദമല്ലാത്തവരൊക്കെ ഏറ്റവും താഴ്ന്ന ആൾക്കാരും അങ്ങനെയൊന്നുമില്ല. ഷെയ്ഖ് പറയാം, നിങ്ങൾ തക്ദീമിനെ പറ്റി ചോദിച്ചില്ലേ, ഫലാ ഹാജത്തുലക ബി, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ലിഅന്നഹു ഇഹ്തിമാമുൻ ബിനഫഇ, കാരണം ആ മുക്കദ്ദമാവാൻ ഉദ്ദേശിക്കുന്നത് അത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏൽപ്പിക്കുന്നതാണ്, അത് നിങ്ങളെ ആത്മീയമായ മക്കാമ് കാണിക്കുന്ന ഒന്നല്ല. ഫഇൻ കാന ഖസ്ദു വജ്ഹുല്ലാഹ്, ഇനി നിങ്ങൾക്ക് മുക്കദ്ദമാവാനുള്ള താല്പര്യം അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാണെങ്കിൽ, നിങ്ങൾ പറയേണ്ടത് എനിക്ക് മുക്കദ്ദമാവുന്നതിലൂടെ കുറേ ആൾക്കാർ എൻ്റെ അടുത്തും ബയ്യത്ത് ചെയ്യാൻ നിൽക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ ത്വരീക്കത്തിങ്ങനെ വ്യാപിക്കുമെന്നതിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ മുക്കദ്ദമാക്കാൻ ചോദിക്കുക. ഓക്കെ, ശരി, അങ്ങനെയാണെങ്കിൽ അള്ളാഹിൻ്റെ വജ്ഹല്ലേ നിങ്ങൾ അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? അള്ളാഹിൻ്റെ വജ്ഹാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒറാഖുഖഫില്ല, നിങ്ങൾ അള്ളാഹുൽ മുയ്ഗു, അള്ളാഹിൽ ഇങ്ങനെ അലിഞ്ഞു ചേരും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ ശരീഅത്തിലും ത്വരീക്കത്തിലും ഹഖീഖത്തിലും മാരിഫത്തിലും ഒക്കെ അള്ളാഹു ലയിച്ചു ചേരും. മിൻ ഐരി തൽ ഇൽത്തിഫാത്ത് ഇലാ ഐരിഹി അസ്വലൻ, അള്ളല്ലാത്ത എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹ് ഇങ്ങനെ അലിഞ്ഞു ചേരും. നമ്മൾ മുരീദന്മാരോടൊക്കെ നമ്മൾ പറയും, നിങ്ങൾ ഖിദ്മത്തിലും ഇബാദത്തിലും ഒക്കെ ആയിട്ട് മുഴുകൂ, ഷെയ്ഖല്ലാത്ത ഷെയ്ഖിൻ്റെ താല്പര്യങ്ങളല്ലാതെ താല്പര്യങ്ങൾ ഇല്ലാതിരിക്കട്ടെ, അങ്ങ് ആ രൂപത്തിൽ നിങ്ങളുടെ ജീവിതം സജ്ജമാക്കൂ. ഹത്താ തക്കൂനു ബിഹിയിലോ, എങ്ങനെ എത്രത്തോളം നിങ്ങൾ എത്തണം? ലാസ്റ്റ് ഹത്താ തക്കൂനു ബിഹി, നിങ്ങൾ അവനിലൂടെ അവന് വേണ്ടി മാത്രം ആവണം, നിങ്ങൾ ജീവിക്കണം അവന് വേണ്ടി മാത്രം, ആ രൂപത്തിൽ നിങ്ങളാവണം. ലാ യൂജദു അമലുൻ അഫ്ളലു ലക മിൻ, അങ്ങനെ നിങ്ങളാവുന്നതിനേക്കാൾ വലിയ അമലും നിങ്ങൾ ചെയ്യാനില്ല. അപ്പം നിങ്ങൾ കുറേ ആൾക്കാർ നന്നാക്കാൻ നടക്കലോ ബയ്യത്ത് കൊടുക്കലോ ക്ലാസ് എടുക്കാനോ ഒന്നും നിങ്ങൾ മെനക്കെടണ്ട, അതൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനല്ലേ. നിങ്ങൾ അള്ളാഹിൻ്റെ പ്രീതിയാണോ കാംക്ഷിക്കുന്നത്? നിങ്ങൾക്ക് ഏറ്റവും നല്ല പരിപാടി എന്താ അറിയോ? നിങ്ങൾ അള്ളാഹുൽ മുഴുകൂ, അള്ളാഹുവിൻ്റെ ഖലീഫയിൽ പോകൂ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശരീഅത്തിലും തരീഖത്തിലും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ. അങ്ങനെ അള്ളാഹുവിന് വേണ്ടിയായി തീരൂ നിങ്ങളുടെ ജീവിതം മുഴുവൻ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. വൈൻ കാന ഖസദു ഐറു വജ്ഹില്ല, ഇനിയിപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം മുഖദ്ദമായതുകൊണ്ട് അല്ലല്ലാത്തൊരു തേട്ടാണെങ്കിലോ,
കുറച്ച് സ്ഥാനം കിട്ടണം, കുറച്ച് ആൾക്കാരുടെ മുമ്പിലൊക്കെ ഞാൻ വലിയ ആളാന്ന് പറയണം, ഞാൻ മുഖദ്ദമാണ്, എനിക്ക് ഇജാസത്ത് ഉണ്ട് എന്നൊക്കെ പറയണം, അതൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിലോ, അതാണ് അതല്ലാത്തൊരു ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളതെങ്കിലോ ബഹുവദാവുൻ, അതൊരു രോഗമാണ് കേട്ടോ. വലാം ബുദ്ധമി മീൻ ദവായി, അതിനെന്തായാലും മരുന്ന് ആവശ്യമുണ്ട്. അപ്പോൾ അത് രോഗമാണ്. ആ രോഗം അത് എന്തല്ല വലിയൊരു നല്ല കാര്യമൊന്നുമല്ല. അള്ളാണ് ഉദ്ദേശിക്കുന്നത് ഈ പരിപാടി ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് രോഗമാണ്, അത് മാറ്റണം. അപ്പം എല്ലാവർക്കും പറഞ്ഞതല്ല മുഖദ്ദമാവാന്നുള്ളത് നിന്ന് മനസ്സിലാവുന്നുണ്ട്. വൽ ഹാസിൽ, ഈ ചുരുക്കം എന്താണ്? അന്ന മത്ലബി, നിങ്ങളുടെ അടുത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഉദ്ദേശം എന്താണോ അത് തക്കൂനില്ല, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ആവുക എന്നുള്ളതാണ്. ഹത്തായക്കൂന അള്ളാഹു ലക്, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടിയായി തീരും. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ആഗ്രഹിക്കുന്നുള്ളൂ. ഫൈനഹു മൻ കാന ലില്ലാഹി കാന അല്ലാഹു ലഹു, കാരണം ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടിയായാൽ അള്ളാഹു അവന് വേണ്ടിയായി തീരും. വഫീഹി സിർറുൻ കബീർ, അത് വലിയൊരു രഹസ്യമാണ്. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയ്ഖ് പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്കൊക്കെ ശരിക്കും ഈ വാക്കുകളൊക്കെ നമ്മളോട് നേരെ കൽബിലേക്ക് ഷെയ്ഖ് പറഞ്ഞു വരുന്ന പോലെ നമുക്ക് തോന്നും. നമ്മൾ എന്താ ചെയ്യേണ്ടത് കറക്റ്റ്, അതാണ് ഷെയ്ഖ് പറഞ്ഞു തരുന്നത്. വഅലൈക ബിമുഹാലതതി ഖവാനിൽ ഖാസ്, ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക? അലേക്ക, നിങ്ങൾക്ക് ബാധ്യസ്ഥപ്പെട്ടതാണ്, നിങ്ങൾക്ക് അനിവാര്യമാണ്. ബിമുഹാലതതി ഖവാനിൽ ഖാസ്, എല്ലാ മുരീദന്മാരും അല്ല, പ്രത്യേകക്കാരായ മുരീദന്മാരെ കൂടെ, അതായത് നമുക്ക് ത്വരീഖത്തിൽ ഉറച്ചു നിൽക്കുന്ന, ഷെയ്ഖിൽ ഉറച്ചു നിൽക്കുന്ന, അതിൻ്റെ ഔറാദുകളിലും അതിൻ്റെ ചട്ടങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുന്ന, ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്ന, ഒരു സംശയമില്ലാത്ത, അനാവശ്യ കാര്യങ്ങൾ ഇടപെടാത്ത, മറ്റുള്ളവരെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് നടക്കാത്ത, ഫിത്തനക്കും ഫസാദിനൊന്നും നിൽക്കാത്ത, എല്ലാത്തിനെയും ഷെയ്ഖിലായി കാണാൻ പറ്റുന്ന അങ്ങനെയുള്ള ഉന്നതരായ മുരീദന്മാരുണ്ടാവും. അവരെ കൂടെ നിങ്ങൾ സഹവസിക്കണം. എല്ലാ മുരീദന്മാരല്ല, ഇഖ്വാനിൽ ഹാസ്, പ്രത്യേകക്കാരായ മുരീദന്മാർ. അഖാബിരി അസ്ഹാബി, എൻ്റെ അസ്ഹാബിങ്ങളിൽപ്പെട്ട വലിയ ആൾക്കാരുമായി നിങ്ങൾ സഹവസിക്കണം, ചെറിയ ആൾക്കാരായിട്ടല്ല. അവർ സഹവസിച്ച ചിലപ്പോൾ നിങ്ങൾ ഈമാൻ പോയി പോകും. അവർക്ക് നോർമലായി വദീഫൊക്കെ കൂടിക്കോളി, ദിക്റിക്കലോ ഒക്കെ. അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കൂട്ടുകാരനായി, പിന്നെ നിങ്ങൾ ഒറ്റ സുഹൃത്തായി സ്വീകരിക്കേണ്ട ആളൊക്കെ വലിയ ആൾക്കാരല്ല, ചെറിയ ആൾക്കാരല്ല. ആ വലിയ ആൾക്കാർ തന്നെ വലിപ്പം കൊണ്ടല്ല, പ്രശസ്തി കൊണ്ടല്ല അവർ വലുതാണത്. ഷെയ്ഖിലുള്ള അവരുടെ സമർപ്പണം, ജമാഅത്തിലുള്ള അവരുടെ കൃതജ്ഞത, അതുപോലെ അതിലുള്ള അവരുടെ വിശ്വാസം, അതുപോലെ മറ്റുള്ളവരുടെ കുറ്റം കുറവ് അന്വേഷിക്കാതിരിക്കൽ, ഇതൊക്കെ അവരുടെ ക്വാളിറ്റീസാണ്. അപ്പോൾ അങ്ങനത്തെ മുരീദന്മാരെ നിങ്ങൾ കമ്പനി കൂടണം. അപ്പോൾ മുഹാലത്തുഹും ലാ മഹാല റിബുഹുൻ കബീർ, അവരുമായിട്ടുള്ള സഹവാസം ഉണ്ടല്ലോ, അത് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരും. അതിലൊരു സംശയവും വേണ്ട. റിബുഹുൻ കബീർ, വലിയ നേട്ടം ഉണ്ടാക്കും, അതൊരു സംശയവും വേണ്ട. ഖാല ശൈഖുന, സയ്യിദുന ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുഹാദസത്തുൽ ഇഖ്വാനി തൗനി അൻ ജമീഇൽ ഔറാദ്. മുഹാദസത്തുൽ ഇഖ്വാൻ, ഇഖ്വാനികളായ ഉന്നതരായ ഇഖ്വാനികളുമായിട്ടുള്ള നല്ല സംഭാഷണങ്ങൾ, അവരോട് ഒത്തുകൂടൽ, അവരുമായി സംസാരിക്കൽ. തോനി അൻ ജമീ ഔറാദ്, അത് എല്ലാ ഔറാദിനേക്കാളും മതിയായതാണ്. നിങ്ങൾ നിർബന്ധമായ ഔറാദ് മാത്രമേ ചൊല്ലിയിട്ടുള്ളൂ, ബാക്കി നിങ്ങൾ അതിൽ ചെല്ലിയില്ല. പക്ഷേ ഉന്നതരായ ഇഖ്വാനികളോട് നിങ്ങൾ സംസാരിച്ചു എന്ന് കരുതുക. എപ്പോഴും നിങ്ങൾക്ക് കിട്ടണമെന്നില്ലല്ലോ അതിന് നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് കരുതുക. അവരുമായിട്ട് സംഭാഷണത്തിന് സമയം കിട്ടി, അവരുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ സമയം കിട്ടി, അങ്ങനെ കിട്ടിയെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ചൊല്ലി തീർക്കാണ്ട് ഇന്നത്തെ ഹിസ്ബി ഞാൻ ഓതിയിട്ടില്ല, അങ്ങനെ നോക്കണ്ട. അതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. കാരണം ഈ ഹിസ്ബൊക്കെ പിന്നെയും കളാവ് കിട്ടാം. ഇപ്പം ഈ എക്സ്ട്രാ ചൊല്ലുന്ന ഔറാദുകളൊക്കെ പിന്നെയും ചൊല്ലാം. ഓരോടുള്ള സഹവാസം നിങ്ങൾക്ക് പിന്നെ കിട്ടൂല. കാരണം അത് എല്ലാ ഔറാദിനേക്കാളും നിങ്ങൾക്ക് പര്യാപ്തമാണ്. കാരണം അതുണ്ടായാൽ അടുത്ത ദിവസം എല്ലാ ദിവസവും അവരെ കിട്ടൂലല്ലോ. അടുത്ത ദിവസം നിങ്ങൾക്ക് ഔറാദ് ചൊല്ലാനുള്ള എനർജി ഉണ്ടാവും. നിങ്ങൾ ദുനിയാവിലേക്കുള്ള നോട്ടം ഉപേക്ഷിക്കും, ആഖിറത്തിലേക്കും അള്ളാഹിലേക്കുള്ള നോട്ടം നിങ്ങൾക്ക് പ്രധാനമാവും. ഇബാദത്തിലും ഹിദ്മത്തിലായി മുഴുകാനുള്ള ഹിമ്മത്ത് നിങ്ങൾക്ക് അവരിൽ നിന്ന് പകർന്നു കിട്ടും. അപ്പോൾ നിങ്ങൾ അവരോട് സംസാരിക്കാനുള്ള സമയമല്ലേ കൂടുതൽ കണ്ടെത്തേണ്ടത്. മുഹാദസത്തുൽ ഇഖ്വാനി തോനി അൻ ജമീ ഔറാദ്, എല്ലാ ഔറാദിനേക്കാളും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് അവരോടുള്ള സംസാരമാണ്. അപ്പോൾ വലൈസത്തുൽ ഔറാദ് തോനി അൻഹ, എന്നാൽ ഔറാദ് അതിന് പകരാവില്ല. അതായത് ഈ ഇഖ്വാനിങ്ങൾക്ക് പകരമായിട്ട് ഞാൻ കുറച്ച് ഔറാദ് ചെല്ലുക, അത് മതിയാവില്ല. കാരണം ഔറാദ് ചെയ്യുന്നത് നമ്മളെ താഴ്ന്ന ഹിമ്മത്ത് കൊണ്ടാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ വീണ്ടും ഹിമ്മത്ത് താവായിരിക്കും ചിലപ്പോൾ ചെയ്യുക. അതുകൊണ്ട് ഔറാദ് അവർക്ക് അതിന് പകരാവില്ല. എന്നാൽ ആ ഔറാദിന് പകരമാവും ഈ ഇഖ്വാനിങ്ങളെ കണ്ടുമുട്ടൽ. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ ജമാഅത്തിൽ നല്ല സിദ്ഖുള്ള ഇഖ്ലാസുള്ള ഷെയ്ഖിൽ സമർപ്പിച്ച
ഉന്നതരായ ഖിദ്മത്തിലും ഇബാദത്തിലൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇഖ്വാനികൾ നിങ്ങൾ കണ്ടുമുട്ടിയാൽ അവരുമായി ഫോണിൽ സംസാരിക്കുന്നത്, അവരെ നേരിൽ കണ്ടുമുട്ടുന്നത്, അവരോട് സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്, അവരോടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നത്, അത് നമ്മളെ ത്വരീഖത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് പറയുന്നത്. ഫൈനൽ മഅയാറു ഇന്ദി ഫി സിദ്ഖൽ മുരീദി അഷ്യ. എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഒരു മുരീദ് സിദ്ഖുള്ള ആളാണ് ഇങ്ങനെ മനസ്സിലാവുക. അപ്പോൾ ഷേഖ് പറയാ ഇന്നൽ മഅയാറു ഇന്ദി, എന്നെ സംബന്ധിച്ചിടത്തോളം ഫി സിദ്ഖൽ മുരീദു അഷ്യ, മുരീദിന്റെ സിദ്ഖ് മനസ്സിലാക്കൽ ചില മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. എന്താ? മിൻഹ മഹബ്ബത്തുഹും വ മുലാസമത്തുഹും. അതിൽ പെട്ടതാണ് അവർ ഈ ഉന്നതരായ മുരീദന്മാരോട്, പ്രത്യേകക്കാരായ ഇഖ്വാനികളോട് അവരെപ്പോഴും സ്നേഹിക്കുന്നവരാണ്, അവരെ കൂടെ നിൽക്കുന്നവരാണ്. അത്ര വളരെ എന്താ പറയുക, ഒരു പിൻ പോയിന്റ് ചെയ്ത കാര്യമാണ് ഷെയ്ഖ് പറയുന്നത്. നോക്കൂ, മുരീദിൻ്റെ സിദ്ഖ് അളക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. അതായത് അവർ അത്രയും സിദ്ഖുള്ള, ഷെയ്ഖിൽ ഉറച്ചു നിൽക്കുന്ന, ഈമാന് കൊണ്ടും തഖ്വ കൊണ്ടൊക്കെ ഉന്നതരായിട്ടുള്ള ആളുകളുണ്ടാവില്ലേ, അവരെ സ്നേഹിക്കുന്നുണ്ടോ, അവരുമായിട്ട് കൂട്ടുകൂടുന്നുണ്ടോ നോക്കിയാൽ മതി. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ ക്രൈറ്റീരിയ. ഇപ്പോൾ ചില ആൾക്കാരെ കാണുള്ളൂ, ഒരു അങ്ങനത്തെ മുരിതന്മാരാന്ന് ഉറപ്പുള്ളവരുണ്ടാവും. ആ ആൾക്കാരെ കൂടെയാണോ അവർ നിൽക്കുന്നത് നോക്കിയാൽ മതി. അതാണ് എനിക്ക് അവർക്ക് സിദ്ഖുണ്ടോ നോക്കാനുള്ള ക്രൈറ്റീരിയ. ഫലാ തറാഫിഹിം ഇല്ലാ മാ തുഹിബ്ബു. കാരണം അവരിൽ നിന്ന് ഷെയ്ഖിന് ഇഷ്ടമുള്ളതല്ലാതെ ഒന്നും വരൂല, ആ ആളുകളിൽ നിന്നില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ ഉദാഹരണം പറയും, ഇന്ന ആള് ഒരു അഹമ്മദ് എന്നുണ്ട് കരുതാം, അഹമ്മദ് മുരീദിന്റെ ഷെയ്ഖിന്റെ നല്ലൊരു മുരീദ് നമുക്ക് ഉറപ്പാണ്. അപ്പൊ എന്നെക്കാളും ഇപ്പൊ നമ്മൾ വിചാരിക്കുക എന്നെക്കാളും ഷെയ്ഖിന് ഇഷ്ടമുള്ള ആളാണ് അദ്ദേഹം, നമുക്കറിയാം എന്ന് കരുതാം. അദ്ദേഹവുമായി ഒട്ടി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പാണ് അയാൾ നല്ല ആളായിരിക്കും. കാരണം ആ ആളിൽ നിന്ന് നല്ലതല്ലാതെ വരൂല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എപ്പോഴും അങ്ങനത്തെ ആൾക്കാരെ, എന്നെ സംബന്ധിച്ചുള്ള സിദ്ഖ് ഞാൻ അളക്കുക, ഷെയ്ഖ് പറയാട്ടോ, എന്നെ സംബന്ധിച്ചുള്ള സിദ്ഖ് ഞാൻ അളക്കുക എൻ്റെ ഈ ഹാസായ മുരീദന്മാരെ കൂടെയാണോ അവർ നിൽക്കണതെന്ന് നോക്കിയിട്ടാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും നോക്കുക, നമ്മൾ ഷെയ്ഖ് നമ്മൾ അളക്കുന്നുണ്ടാവല്ലോ, പക്ഷേ ഉപന്യാസങ്ങൾ എങ്ങനെയാണോ അളന്നത് അതുപോലെ ആയിരിക്കുമല്ലോ ഷെയ്ഖുലൈത്തങ്ങൾ അളക്കുക. അപ്പോൾ ഷെയ്ഖുലൈത്തങ്ങൾ അളക്കുമ്പോൾ നമ്മൾ ഏത് മുരീദിൻ്റെ കൂടെയാണ് നിൽക്കണതെന്ന് നമ്മൾ നോക്കുക. കാരണം ഷെയ്ഖു അളക്കം ഇങ്ങനെ സിദ്ഖുള്ള മുരീദാണ് നോക്കുക, ഇങ്ങനെ ഏറ്റവും സിദ്ഖുള്ള ആളെ കൂടെയാണോ അവർ നിൽക്കണതെന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ ആരെ കൂടെയാണ് നിൽക്കണമെന്ന് അവർ നോക്കും. കാരണം ആ ആളെടുത്തുനിന്ന് നല്ലതെല്ലാവരൊന്നും കാണുന്നില്ല. ഫഖദ് ജഅലഹുമുല്ലാഹു മആദിന അസ്റാരിഹി. കാരണം അവരെ അള്ളാഹു വെച്ചിട്ടുണ്ട് എങ്ങനെ? മആദിന അസ്റാരിഹി, അസ്റാറുകളുടെ രഹസ്യങ്ങളുടെ ഒരു നിധിയായിട്ട്. ബി സബഖിയ്യതിഹിം. എന്തുകൊണ്ടാണ് അവരങ്ങനെ വെച്ചത്? അവർ മുൻകടന്നതുകൊണ്ടാണ്. എല്ലാത്തിലും മുൻകടക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് മുൻകടക്കലുണ്ടാവും. ഒന്ന്, അവരാദ്യം വന്നവരാന്നുള്ള അർത്ഥത്തിലുള്ള മുൻകടക്കൽ. അപ്പോൾ ഈ വലിയ ആൾക്കാർ എന്ന് പറയുന്നതിൻ്റെ ആ വലിയ ആൾക്കാർ വലുതാവാനുള്ള ഒരു ക്രൈറ്റീരിയൻ അവർ ആദ്യം വരുന്നത് തന്നെയാണ്. പക്ഷെ ആദ്യം വരുന്നവരൊക്കെ നന്നാവണം നിർബന്ധമില്ല. ഹിസബക്കഹിം എന്ന് പറഞ്ഞാൽ അവർ മുന്നോട്ട് വന്നു, ആദ്യം വന്നു എന്നുള്ള. അപ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് ഷെയ്ഖിൻ്റെ മുരീദായവർ എന്നൊക്കെ പറയുന്ന കൂട്ടാൾക്കാരുണ്ടെങ്കിൽ അവരെന്നെയാണ് പിന്നെ സിദ്ഖ് കൊണ്ട് മുന്നിട്ട് നിന്ന പ്രധാനപ്പെട്ടവർ എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഒന്ന്, അതാണ് ക്രൈറ്റീരിയ. രണ്ടാമത്തെ ബിസബക്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ലാത്ത കാര്യങ്ങളിൽ അവർ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ്ന ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ മറ്റു സഹാബകൾക്കൊക്കെ ഉന്നതരായ പല സഹാബത്തിനെയും ശേഷം വന്നവരാ. പക്ഷെ എന്നാലും അവരെക്കാളൊക്കെ മുൻപന്തിയിലെത്തി. എന്തുകൊണ്ട്? അവരൊന്നും ചെയ്യാത്ത കാര്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഫസ്റ്റ് എത്തി. ദീനിനെ ഇപ്പം നമ്മൾ ഒളിച്ച് പറഞ്ഞാലും പോരാ, ഇവിടെ ഇങ്ങനെ രഹസ്യമായി പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ പരസ്യമായിട്ട് തന്നെ പറയണം എന്ന് പറഞ്ഞ ആദ്യം അതിലേക്ക് ഇറങ്ങിയത് സയ്യിദ്ന ഉമർ റളിയല്ലാഹു അൻഹു ആണ്, വേറെ ആരുമല്ല. അപ്പോൾ അതിൽ മുന്നിട്ടിറങ്ങിയത് ഒരാണ്. അപ്പോൾ എല്ലാ ഹൈറുകളിലൊക്കെ മുന്നിട്ടിറങ്ങുക, ഖിദ്മത്തുകളിലൊക്കെ മുന്നിട്ടിറങ്ങുക, ഷെയ്ഖ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ഫസ്റ്റ് ആവുക, അങ്ങനെയുള്ള ആളുകളും ആ മുസാബക്കത്തെയും ഈ കാറ്റഗറിയിൽ വരും. അപ്പോൾ ഈ ഉന്നതരായ മുരീദന്മാരുടെ കാറ്റഗറി എന്താ? അവരൊന്നെങ്കിൽ ആദ്യമായി വന്നവരാണ്, അല്ലെങ്കിൽ ഹൈറുകളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നവരായിരിക്കണം. എല്ലാ വിഷയങ്ങളും അവർ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റണം. അപ്പോൾ അങ്ങനത്തെ മുരീദന്മാരെ അവരെ കൂടെ സഹവസിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കും. അങ്ങനെയാണെങ്കിൽ നല്ലവരാ, അല്ലെങ്കിൽ നല്ലവരല്ല. ഹത്താ റുബ്ബമായക്കൂന് ഇന്ദി ബഅദിഹിം മാ ലൈസ ഇന്ദി. എത്രത്തോളം അവർ മുന്നിട്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നലുണ്ട്, ഷെയ്ഖ് പറയാ എൻ്റെ ഇല്ലാത്ത പല കാര്യങ്ങൾ പോലും ഓരോരുത്തുണ്ടാവുമെന്ന്. അതൊക്കെ ഷെയ്ഖിന്റെ തായ്മ കൊണ്ട് പറയുന്നതാണ്. അപ്പം അത്രത്തോളം അവർ മുന്നിട്ടിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യം വന്നു എന്ന്. വസിയത്തി ഹാദിഹി, അതുകൊണ്ട് എൻ്റെ
ഈ വസിയത്ത് എന്ന് പറഞ്ഞ ഉരീദു അയ്യഹ്ഫദഹ എൻ്റെ ഈ വസിയത്ത് ഹാദി എൻ്റെ ഈ വസിയത്ത് ഒരീദു അയ്യഹ്ഫദഹ നിങ്ങൾ നന്നായിട്ട് അത് മുറുകെ പിടിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ വസിയത്ത് ഉണ്ടല്ലോ, എന്താ വസിയത്ത്? നിങ്ങൾ അള്ളാഹുൽ മുഴുകണം എന്ന് പറയുന്ന വസിയത്ത്, നിങ്ങളെ ഹിമ്മത്ത് വർദ്ധിപ്പിക്കണം എന്ന വസിയത്ത്, നിങ്ങൾ മുഖദ്ദമാകാൻ ആഗ്രഹിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ വസിയത്ത്, നിങ്ങൾ പിന്നെ ഉന്നതരായ മുരീദന്മാരെ കൂടെ ആവണമെന്ന് പറഞ്ഞ വസിയത്ത്, ആ വസിയത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. വതഅമൽ ബിമുഖ്തദാഹ അത് നിങ്ങളോട് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം. ലിഅന്ന മിസ്ലിക ഇൻ റദിയ ബിദ്ദൂൻ കാരണം നിങ്ങളെപ്പോലുള്ള ഒരാൾ ഒരു വലിയൊരു പണ്ഡിതനല്ല അദ്ദേഹം, നിങ്ങളെപ്പോലുള്ള ആൾ അതിനേക്കാൾ താഴെയുള്ള ഒരു പണി ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ ചില മുരീദന്മാരോടൊക്കെ നമ്മൾ പറയുമല്ലോ, നിങ്ങൾ ഇങ്ങനെ ആവണം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ബാക്കിയുള്ളവർക്ക് സാധാരണക്കാരല്ല, നിങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ, നിങ്ങളങ്ങനെ ആവണം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഫഅനലാഹു ഞാൻ അത് ഒരിക്കലും തൃപ്തിപ്പെടില്ല. നിങ്ങളിങ്ങനെ മുഖദ്ദമാവാൻ ആഗ്രഹിക്കുക, നിങ്ങളിങ്ങനെ പിന്നെ എനിക്ക് നേതാവാവണം, ഇതൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ അതല്ല ചെയ്യേണ്ടത്. വതജിദു ഫി ഹാദിഹിൽ ബിലാദ് നിങ്ങൾക്ക് ഈ ഒരു നാട്ടിൽ കണ്ടെത്താൻ പറ്റും. എന്നിട്ട് ഞാൻ ചെറിയ ഉദാഹരണം പറയും. നിങ്ങൾ വലിയൊരു പണ്ഡിതനല്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ എൻ്റെ നാട്ടിൽ നോക്കി ചെറിയ കുട്ടികളുണ്ട്, ഓളന്നെ വലിയ അവസ്ഥയിലാണ് നമ്മൾ പറയുമല്ലോ. അതേപോലെ ചെയ്ത് പറയാം വതജിദു ഫി ഹാദിൽ ബിലാദ് ഈ നാട്ടിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ഇൽമാനൻ യുവാക്കളായ ആൾക്കാരെ, സയ്യിറൻ ചെറിയ കുട്ടികളാണ്, ഉമ്മീൻ അവർക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ല, അത് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ചെറുപ്പക്കാരങ്ങ് കാണാൻ പറ്റും. വലഹും മിനൽ ഇൽമു ബില്ലാഹ് പക്ഷെ അള്ളാഹിന്റെ അടുക്കലുള്ള ഇൽമ അവർക്കുണ്ട്, അവർ അള്ളാഹിന്റെ മാരിഫത്തുള്ളവരാണ്. മാ ഹുവ അജബുൻ ഒജാബ് അതിനേക്കാൾ വലിയ അവർക്ക് അവരുടെ അടുത്തുള്ള ഇൽമ് എന്താണ്, വലിയ അത്ഭുതകരമായ ഇൽമ അവരുടെ അടുത്തുണ്ട്. വയന്നുറൂന ബി ബസ്വാരിഹിം ലാ ബി അബ്സ്വാരിഹിം അവരെ കണ്ണുകൊണ്ടല്ല അവർ കാണുക, അവർ ഉൾക്കാഴ്ച കൊണ്ട് കാണുന്ന ആൾക്കാരാണ്. വൈൻ റൌഫി ഷഹ്സിൻ മല്ലായ അജിബുഹും അവർ ആരുടെങ്കിലും ഒരാടുത്ത് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം കണ്ടാൽ അത് അവർ ഉൾക്കാഴ്ച കൊണ്ട് കാണുന്നവരാണെന്ന് പറഞ്ഞല്ലോ, കണ്ണുകൊണ്ട് കാണുന്നവരല്ല. ഉൾക്കാഴ്ച കൊണ്ട് കാണാൻ തന്നെ അള്ളാഹുവിനും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷെയ്ഖിനും ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അവർ കണ്ടാൽ ലാ യൽതഫിതൂന ബി മൻസബിൻ അവരതിനെ ശ്രദ്ധിക്കുന്നില്ല. വലാ മാ ഖീല ഫീ ആരെ കുറിച്ച് കണ്ടാലും അവരെക്കുറിച്ച് എന്താണ് ആളുകൾ പറയുന്നതെന്ന് അവർ നോക്കൂല. വലോ കാന ഖായില ഷെയ്ഖുക്കും അത് അവരുടെ ഷെയ്ഖ് ആണെങ്കിൽ പോലും അവരുടെ ഷെയ്ഖ് ഉദ്ദേശിക്കുന്നത് അവരുടെ മുഖദ്ദം എന്നാണ്. ഒരു മുരീദിന് മുഖദ്ദമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചില മുരീദന്മാരുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ അധികം പഠിച്ചവരൊന്നാവില്ല, പക്ഷെ അവരുടെ അടുത്ത് വലിയ ഉൾക്കാഴ്ച അള്ള കൊടുത്തിട്ടുണ്ട്. ആ ഉൾക്കാഴ്ച കൊണ്ട് അവർ നോക്കിയിട്ട് അവർ ചില കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഉൾക്കാഴ്ച കൊണ്ട് കാണുന്ന അള്ളാഹുവിന് വിശ്വാസങ്ങൾക്ക് തൃപ്തിപ്പെടാത്ത കാര്യമാണെങ്കിൽ അവരതിലേക്ക് തിരിഞ്ഞു നോക്കൂല. അങ്ങനെയുള്ള ആളുകളെ ചെറിയ സാധാരണക്കാരായ വിവരം കുറഞ്ഞ പിന്നെ കുട്ടികളിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോഴാണ് നിങ്ങളെപ്പോലുള്ള വലിയ പണ്ഡിതൻ ഇങ്ങനെ മുഖദ്ദം ആവണമെന്ന് ആഗ്രഹിച്ചടക്കുക. അതുപോലെയാണ് ഇത് ചോദിക്കുന്നത്. ഫലാ ബുദ്ദ മിൻ ഉലുവി ഹിമ്മത്തി അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അടുത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് മിൻ ഉലുവി ഹിമ്മത്തി നിങ്ങളെ ഹിമ്മത്ത് വലുതാക്കണം എന്നുള്ളതാണ്. ആദം ഇസ്തിഅജാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ഹിമ്മത്ത് വലുതാക്കണം. ഇങ്ങനൊന്നും ചെറിയ ഈ മുഖദ്ദമാവണം, എനിക്ക് നേതാവാവണം, ഇതൊന്നും ശരിയായ ഒരു കാര്യമല്ല. അതൊന്നല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ ആദം ഇസ്തിഅജാലും അതുപോലെ തന്നെ നിങ്ങൾ എല്ലാത്തിനും തിരക്ക് പിടിച്ച് ഇങ്ങനെ ചാടി പുറപ്പെട്ട് ചെയ്യുന്ന പരിപാടി ഉപേക്ഷിക്കണം. എല്ലാത്തിനും തിരക്കാണ്, എനിക്കത് വേണം, ഇത് വേണം, അത് നടത്തണം, ഇത് നടത്തണം. ആ തിരക്ക് പരിപാടി ഒഴിവാക്കണം. കുറച്ചൊന്ന് ദുനിയാവിൻ്റെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യണം, താമസം കൊടുക്കണം, തിരക്ക് ഒഴിവാക്കണം. താലം അന്നമാ തത്തുലുബു അമാമക്ക് കാരണം നിങ്ങൾ അറിയണം, നിങ്ങൾ എന്താണോ തേടുന്നത് അത് നിങ്ങളെ മുമ്പ് തന്നെ ഉണ്ട്. നിങ്ങൾ അത് തേടിയാൽ മതി, അത് അള്ളയാണ്, വേറൊന്നും നിങ്ങളെ പണിയല്ല. വസ്സലാം. ഖത്തബ ഇബ്രാഹിം ബിൻ ഹാജ് അബ്ദുള്ള തിജാനി ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു തങ്ങൾ എഴുതിയതാണ്. 1350 ഹിജറ വർഷം.